ഇനി നമുക്ക് അവക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്കിതുപോലെ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഇതിൽ ആ പൾപ്പ് ഉണ്ടല്ലോ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അവക്കാഡോ കടയിൽ വാങ്ങുന്ന സമയത്ത് എപ്പോഴും പച്ചയായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നന്നായിട്ട് മൂത്ത പഴം നോക്കി എടുത്തിട്ട് അരിയൊക്കെ ഇട്ട് വെക്കുന്ന കലത്തിൽ 1-2 ദിവസം ഇട്ട് വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കവറിൽ തന്നെ 1-2 ദിവസം വെച്ചാലും നന്നായിട്ട് പഴുക്കും കേട്ടോ. അധികം നാൾ വെക്കരുത്, ഇത് പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു പഴവും കൂടിയാണ്. ഇതിലോട്ട് ഇനി 8-10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. അവക്കാഡോയും ഹണിയും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.